ഹരിഹരദേവൻ ജ്യേഷ്ഠ, കേട്ടില്ലേ ജനങ്ങളുടെ പ്രാർത്ഥന? വയോധികനായ നമ്മുടെ ജ്യേഷ്ഠൻ ആൺകുഞ്ഞ് ജനിക്കണമത്രേ. പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിലോ? ഈ പ്രാർത്ഥന ദീനരോദനമായി മാറില്ലേ? അതെ, അങ്ങ് പറഞ്ഞതാണ് സത്യം. ഗണപതി ദേവ ചക്രവർത്തിക്കാകട്ടെ പുരുഷ സന്താന യോഗമില്ല. ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞ. ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന നിധിയിൽ പണിതീരാതെ നിൽക്കുന്ന 7 കോട്ട ചുവരുകളും പൂർത്തിയാക്കും. സപ്തമാതൃകാ സ്വരൂപമായി ഈ ദേശത്തെ കാത്തുരക്ഷിക്കും ആ പെൺകുട്ടി. പെൺകുട്ടി പുരുഷന്മാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും അവരെ സേവിക്കാനും ദൈവം സൃഷ്ടിച്ച കേവലം ദാസിയാണ് സ്ത്രീവർഗം. അവള് സിംഹാസനം അലങ്കരിക്കാനോ? ചക്രവർത്തിയുടെ ജാതകം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ തമ്പുരാന്റെ ജാതകത്തിൽ രാജയോഗം ഉണ്ടോ എന്ന് ആദ്യം നോക്കി പറഞ്ഞട്ടെ. കാകതീയ സിംഹാസനത്തിന്റെ അടുത്ത അവകാശി നാം തന്നെയാണ്. നമ്മുടെ പട്ടാഭിഷേകത്തിനുള്ള മുഹൂർത്തം മാത്രം നോക്കിയാലും. മുരാരിദേവ, നമ്മെ അനുകൂലിക്കുന്ന സാമന്ത രാജാക്കന്മാരോട് സജ്ജരാകാൻ പറയൂ. പെൺകുട്ടി ജനിച്ചാലുടൻ ഗണപതി ദേവൻ നമുക്ക് സിംഹാസനം ഒഴിഞ്ഞു തരികയാണെങ്കിൽ ജീവനോടെ ഉണ്ടാകും, അല്ലെങ്കിൽ പരലോകത്തിൽ വസിക്കേണ്ടി വരും. അങ്ങയുടെ വാക്കുകളാണ് ജ്യേഷ്ഠ നമ്മുടെ മന്ത്രം. പ്രഭു, അവിടുന്ന് ഒരു പ്രധാനപ്പെട്ട ശത്രുവിനെ മറന്നു. കുറെ കാലങ്ങളായി ആ ദേവഗിരിരാജന് ഈ സിംഹാസനത്തിലൊരു നോട്ടമുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് പടയെടുത്ത് വന്നാൽ പിന്നെ നമ്മുടെ കാര്യം പ്രയാവും. കാകതീയ പ്രജകളെ നാമാവശേഷമാക്കാൻ യുദ്ധസന്നാഹത്തെ തയ്യാറാക്കുവിൻ. മുടിനാരിഴകൾ ചിഹ്നിച്ചിതറും വിധം അസ്ത്രശസ്ത്രങ്ങൾക്ക് മൂർച്ച നൽകണം. അശ്വഗജാതികളെ നയിക്കുന്ന സൈനികർക്ക് മധുവിളമ്പി അവരെ ഉന്മാദരാക്കൂ. ഗണപതി ദേവന് പെൺസന്തതി ജനിച്ചാൽ ചക്രവർത്തിയും പ്രജകളും ആ വാർത്ത കേട്ട് തകരും. അതോടെ അവരുടെ മരണം ഉറപ്പാകും. ആ സമയമാണ് നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടത്. ആ കാകതീയ സാമ്രാജ്യം നമ്മുടെ മകന്റെ പുത്രനായ മഹാദേവന് സമ്മാനിക്കുന്ന. സൈനികരെ, യുദ്ധത്തിന് തയ്യാറായി നിൽക്കൂ. ശുഭവാർത്ത മഹാപ്രഭു. റാണി സോമാംബാദേവി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. ആഹാ, എത്ര നല്ല വാർത്തയാണിത് മഹാമന്ത്രി. പ്രജകൾക്ക് ഈ വാർത്ത സന്തോഷം നൽകില്ല. അവർക്കിപ്പോൾ വേണ്ടത് യുവരാജനെയാണ്. ഒരുപക്ഷെ ഈ വാർത്ത അറിയുന്ന നമ്മുടെ ശത്രുക്കൾ നമ്മെക്കാൾ കൂടുതൽ സന്തോഷിക്കും. ശിവദേവൻ അവർകളെ, താങ്കൾ കൊണ്ടുവന്ന ശുഭവാർത്തയ്ക്ക് മുൻപേ ദൂതന്മാർ കൊണ്ടുവന്ന മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ദേവഗിരിയിലെ ശത്രുക്കൾ കാകതീയ പ്രജകളുടെ നേർക്ക് ഒളിപ്പോര് നടത്തുവാൻ തയ്യാറെടുക്കുകയാണെന്ന്. ബന്ധുക്കളും സാമന്ത രാജാക്കന്മാരും നമ്മുടെ സിംഹാസനത്തെ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. തൽക്കാലം അവരെ ചെറുത്തു നിൽക്കാൻ കഴിയുമെങ്കിലും അവകാശികളില്ലാത്ത ഈ സാമ്രാജ്യം ഇനി എത്ര കാലം പിടിച്ചു നിൽക്കുമെന്നറിയില്ല. വീണ്ടും നമ്മുടെ പ്രജകൾ അടിമകളാകേണ്ടി വരുമോ? എങ്കിൽ ഈ നാടിന്റെ, ഈ ദേശത്തിന്റെ ഭാവി അവസ്ഥ എന്തായിത്തീരും? അവകാശം ഇല്ലെങ്കിലല്ലേ ഇങ്ങനെ ഭയക്കേണ്ട കാര്യമുള്ളൂ. എന്താണ് താങ്കൾ പറയുന്നത്? അതെ തിരുമനസേ, ജനിച്ചത് പെൺകുട്ടിയാണെന്ന് ശുശ്രൂഷിച്ച എൻ്റെ ഭാര്യയ്ക്കും എനിക്കും തിരുമനസിനും മഹാറാണിക്കും മാത്രമേ അറിയൂ. രുദ്രാംശത്തോടുകൂടി ഭൂജാതിയായ ഈ പെൺകുഞ്ഞിന് രുദ്രമദേവി എന്ന് നാമകരണം ചെയ്യാം. പ്രജകളോട് ആൺകുഞ്ഞായി രുദ്രദേവ യുവരാജനായി പ്രഖ്യാപിക്കാം.